السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. قال رسول الله صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അല്ലാഹു ജല്ല ജലാലു നമ്മുടെ ഈ സംരംഭം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ ഇഷ്കെ മദീന 2020 മീലാദ് പ്രോഗ്രാമും ഷെയ്ഖുൽ മശായിഖ് മുഹമ്മദ് സാലിഹ് മൗല നവ്വറല്ലാഹു മർഖദ അനുസ്മരണവും സംഘടിപ്പിക്കാൻ വേണ്ടി മുൻകൈയെടുത്ത ഇതിൻ്റെ അഡ്മി അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന പണ്ഡിതന്മാർ, മറ്റു സഹോദരന്മാർ, എല്ലാവരെയും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ സുദീർഘമായ ഒരു ആശംസാ പ്രഭാഷണം നടത്തുന്നില്ല. ലോകത്തിൻ്റെ നായകർ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. റസൂലുള്ളാഹിന്റെ ജന്മദിനം മാത്രമല്ല, അവിടുത്തെ വഫാത്തും വിശുദ്ധ റബീഉൽ അവ്വൽ 12 ആയിരുന്നു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് വലിയ വലിയ സംഭവങ്ങളോ ഈ ലോകത്ത് നടന്നിട്ടുണ്ട്. റസൂലുള്ളാഹിനെ സ്നേഹിക്കുക, അവിടുന്ന് കാണിച്ചു തന്ന പാത പിൻപറ്റുക. ലോകത്തിൻ്റെ നായകർ ഈ ലോകത്തേക്ക് വരുന്നതിൻ്റെ മുന്നേ ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ ലോകൈക നായകർ ഈ ലോകത്തേക്ക് കടന്നു വരുന്നതിൻ്റെ മുന്നേ കണ്ണിൽ കാണുന്ന സകല വസ്തുക്കൾക്കും ആരാധിച്ചു പോന്നിരുന്ന ഒരു സമുദായത്തിനെ സത്യത്തിൻ്റെ പാതയിലേക്ക്, പാന്താവിലേക്ക് നയിച്ച നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. കണ്ണിൽ കാണുന്ന സകല വസ്തുക്കൾക്കും ആരാധിച്ചു പോന്നിരുന്ന, സാധാരണ നാം പറയലുണ്ട്, കല്ലുകരട് കാഞ്ഞീരക്കുറ്റി മുതൽ മുള്ളും മുരട് മൂർഖൻ പാമ്പ് വരെയുള്ള സകല വസ്തുക്കൾക്കും ആരാധിച്ചു പോന്നിരുന്ന ഒരു ജനതയെ, ഒരു വിഭാഗത്തിനെ, ഒരു സമൂഹത്തിനെ സത്യത്തിൻ്റെ പാന്താവിലേക്ക്, ശരണയിലേക്ക് നയിച്ച നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവ് ഈ ലോകത്തേക്ക് ഭൂജാതരാവലോടുകൂടെ, ജന്മം കൊണ്ട് അനുഗ്രഹീതമാവലോടുകൂടെ പല വസ്തുക്കൾക്കും ആരാധിച്ചു പോന്നിരുന്ന ആ സമൂഹം അള്ളാഹുവിനിക്ക് ഏകനായ അള്ളാഹുവിനിക്ക് മാത്രം ആരാധിക്കാൻ അവർ തുനിയുന്നു, അവർ റെഡിയാവുന്നു. ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ്, ഇതിൻ്റെ എല്ലാം നായകത്വം വഹിച്ചത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവ് ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും അനുഗ്രഹമായിട്ടാണ് റസൂലുള്ളാഹിനെ അള്ളാഹു ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടത്.
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തുള്ള ജനതയ്ക്ക് അനുഗ്രഹമായിട്ടാണ് നാം അങ്ങയെ അയച്ചിട്ടുള്ളത് നബിയേ. വമാ അർസൽനാക, നാം അങ്ങയെ നിയോഗിച്ചിട്ടില്ല, ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തുള്ള ജനതയ്ക്ക് അനുഗ്രഹമായിട്ടല്ലാതെ നാം അങ്ങയെ നിയോഗിച്ചിട്ടില്ല. അപ്പൊ ലോകത്ത് കാണുന്ന സകല വസ്തുക്കൾക്കും, സകല ചരാചരങ്ങൾക്കും, സകല വിഷയങ്ങൾക്കും അനുഗ്രഹമായിട്ടാണ് അല്ലാഹു തആല ലോകത്തിന്റെ നായകൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. ധാരാളം സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. സമയം ദീർഘിച്ചു പോകുമെന്ന കാരണത്താൽ സുദീർഘമായി സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ പ്രപഞ്ചമായ ലോകത്തേക്ക് എത്രയോ പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ധാരാളം പ്രവാചകന്മാർ അല്ലാഹു തആല ഈ ലോകത്തേക്ക് അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട്. അവരിൽ നിന്നെല്ലാം ഉത്കൃഷ്ടനായ, അവരിൽ നിന്നെല്ലാം ഏറ്റവും വലിയ മഹത്വമുള്ള നേതാവാണ് അന സയ്യിദു വുൽദി ആദം. ആദം നബി അലൈഹിസ്സലാമിൻ്റെ സന്താനങ്ങൾക്ക് നേതാവായി വന്ന നേതാവ് ഞാനാണ് എന്ന് പറഞ്ഞ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ പ്രവാചകന്മാർ മുഴുവനും എൻ്റെ കൊടിയുടെ കീഴിലായിരിക്കും നാളെ മഹ്ശറിലേക്ക് വരുമ്പോഴെന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവിനെ അതിരറ്റ് സ്നേഹിക്കുന്നവരാവണം. അല്ലാഹു തആല ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ആളുകൾക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അല്ലാഹുവിൻ്റെ റസൂലിനെ അല്ലാഹു തന്നെ ഉയർത്തിയിട്ടുണ്ട്. നബിയേ, അങ്ങയെ പറയലിനെ നാം ഉയർത്തിയിട്ടുണ്ട് നബിയേ, അങ്ങയുടെ സ്ഥാനം പറയലിനെ നാം ഉയർത്തിയിട്ടുണ്ട് നബിയേ എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതാണ്. ലോകത്തിൻ്റെ നേതാവിനെ പറയാത്ത ഒരു ദിവസം ഈ ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല. ലോകത്തിൻ്റെ നേതാവിനെ പറയാത്ത ഒരു മണിക്കൂർ ഈ ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല. ഏത് മണിക്കൂറിലും, ഏത് സെക്കൻഡിലും, ഏത് മിനിറ്റിലും പറയുന്ന ഒരേ ഒരു നേതാവുണ്ടെങ്കിൽ അത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അതാണ് വറഫഅനാ ലക ദിക്റക. നബിയെ, അങ്ങയെ പറയൽ നാം ഉയർത്തിയിട്ടുണ്ട് നബിയേ. അതുകൊണ്ട് ആ നേതാവിനെ നാം മനസ്സാ വാചാ കർമ്മണ സ്നേഹിക്കണം. ആ നേതാവ് കൊണ്ടുവന്ന വിഷയങ്ങൾ നാം പിൻപറ്റണം. ആ നേതാവ് കാണിച്ചു തന്ന പാത നാം അനുകരിച്ച് ജീവിക്കണം. മഹാന്മാര് രേഖപ്പെടുത്തുന്നു, വറഫഅനാ ലക ദിക്റക. നബിയെ, അങ്ങയെ പറയൽ നാം ഉയർത്തിയിട്ടുണ്ട് നബിയെ. വിശദീകരിക്കുന്നു, എൻ്റെ കൂടെ അങ്ങയെ ഞാൻ പറയുന്നുണ്ട്. അല്ലാഹു പറയുന്നു, ഫില്ലദാനി വല്ലിഖാമ, ബാങ്കിൽ റസൂലുള്ളാഹിന്റെ പേര് പറയുന്നു, ഇഖാമത്തിൽ പേര് പറയുന്നു, വത്തശഹുദി അത്തഹിയാത്തിൽ പറയുന്നു, വൽ ഖുതുബത്തി ഖുതുബയിൽ പറയുന്നു, വൈരിഹാ ഖുതുബയല്ലാത്ത മറ്റുള്ള വിഷയങ്ങൾ റസൂലുള്ളാഹിന്റെ പേര് പറയുന്നു. മഹാനായ ഇമാം ഖതീബ് ശുർബീനി രേഖപ്പെടുത്തുന്നു, യന്തദുക്റമഇ ഫില്ലദാൻ, അല്ലാഹു പറയുന്നു, എൻ്റെ കൂടെ നാം ബാങ്കിൽ റസൂലുള്ളാഹിനെ പറയുന്നു, വല്ലിഖാമത്തി ഇഖാമത്തിൽ പറയുന്നു, വത്തശഹുദി അത്തഹിയാത്തിൽ പറയുന്നു, വയൗമൽ ജുമുഅത്തി ജുമുഅ ദിവസത്തിൽ പറയുന്നു, അലൽ മനാബിരി മിമ്പറയുടെ മുകളിൽ വെച്ച്, വയൗമൽ ഫിത്രി പെരുന്നാൾ ദിവസത്തിൽ പറയുന്നു, ചെറിയ പെരുന്നാൾ, വയൗമിൽ അദ്ഹാ വലിയ പെരുന്നാൾ ദിവസത്തിൽ റസൂലുള്ളാഹിന്റെ പേര് പറയുന്നു, വയൗമി അറഫ അറഫ ദിവസത്തിൽ പറയുന്നു, വയ്യാമത്തെ ശരീക്കന ദിവസങ്ങളിലെ വഫീ ഖുതുബത്തിൻ നിക്കാഹിന്റെ ഖുതുബയിൽ ഒക്കെ റസൂലുള്ളാഹിന്റെ പേര് പറയുന്നതാണ്. വറഫഅനാ ലക ദിക്റക, അങ്ങയെ പറയാൻ നാം ഉയർത്തിയിട്ടുണ്ട് നബിയേ. എന്നിട്ട് മഹാന്മാര് രേഖപ്പെടുവലു അന്ന റജുലൻ, ഒരാള്, അബിദല്ലാഹ, അല്ലാഹുവിനെ ആരാധിച്ചു, വസദ്ദഖ ബിൽ ജന്ന, സ്വർഗം കൊണ്ട് വാസ്തവമാക്കി, വന്നാരി, നരകം കൊണ്ട് വാസ്തവമാക്കി. പക്ഷേ വലം യശ്ഹദ് അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലായെന്ന് സാക്ഷ്യം വഹിച്ചില്ല.
അള്ളാഹ്ക്ക് ആരാധിക്കുന്നുണ്ടോ? സ്വർഗം കൊണ്ട് വിശ്വസിച്ചു, നരകം കൊണ്ട് വിശ്വസിച്ചു, പക്ഷേ വലം യശ്ഹദ് അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂല എന്ന് സാക്ഷ്യം വഹിച്ചില്ല. ഇങ്ങനത്തെ ഒരാക്കൽ യന്തഫി ബിശൈഇൻ, അവനിക്ക് ഒന്നുകൊണ്ടും ഉപകാരമില്ല. അവന്റെ മറ്റുള്ള വസ്തുക്കൾ ഉപകരിക്കൂല. വക്കാന കാഫിറ, അവൻ അവിശ്വാസിയാണ്. കാരണം എന്താണ്? അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് അവൻ സാക്ഷ്യം വഹിച്ചില്ല. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്ന് അവൻ അതേ വിശ്വസിച്ചില്ല. അതുകൊണ്ട് അവൻ കാഫിറാൻ. ഇത് ജമൽ, തഫ്സീർ ജമൽ, 1-ാം വാള്യം 504-ാം വാള്യം 555-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കാതെ സ്വർഗം കൊണ്ടും നരകം കൊണ്ടും അള്ളാഹുനെ ആരാധിച്ച് നടന്നു വെച്ചിട്ടൊന്നല്ല യഥാർത്ഥ മുഅ്മിൻ അല്ല, അവൻ അവിശ്വാസിയാകുന്നു. കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ലോകത്തെ ഏറ്റവും മഹത്വമുള്ള നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ദിവസം പൊട്ടിക്കരഞ്ഞ സഹാബയുണ്ടോ? കാരണം എന്താണ്? അവർക്ക് എന്ത് വിഷമം വന്നാലും എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും അവര് റസൂലുള്ളാഹിന്റെ സമീപത്ത് ചെന്ന് പറയുമ്പോൾ അതൊക്കെ നീങ്ങിപ്പോകുമായിരുന്നു. റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട മുഖം കണ്ടാൽ അതൊക്കെ നീങ്ങിപ്പോകുമായിരുന്നു. ഒരൊറ്റ സംഭവം, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു അതേ അള്ളാഹിന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നറിയുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് തങ്ങൾ പറയുന്നു, അല്ലാഹുമ്മ ഹദിഹി ബിബസരി അത്താല അൻളറ ബഅദ ഹബീബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹദാ. അള്ളാഹുവേ, എൻ്റെ 2 കണ്ണിന്റെ കാഴ്ച നീ നഷ്ടപ്പെടുത്തണമല്ല. റസൂൽ ഇല്ലാത്ത ദുന്യാവ് എനിക്ക് കാണണ്ട റബ്ബേ, റസൂൽ അല്ലാത്ത ഒരാളെയും എനിക്ക് കാണണ്ട റബ്ബേ. അതുകൊണ്ടോ എൻ്റെ 2 കണ്ണിന്റെ കാഴ്ച നീ നഷ്ടപ്പെടുത്തണമല്ല എന്ന് യജമാനനായ റബ്ബിനോടോ ലോകത്തിന്റെ നായകർ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ വഫാത്തായി എന്നറിയുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവിടുത്തെ ദുആ സ്വീകരിക്കുന്നു. അവിടുത്തെ കണ്ണ് നഷ്ടപ്പെടുന്നു. റസൂലുള്ളാഹിന്റെ ജനാസയുടെ സമീപത്തേക്ക് മറ്റൊരാളെ സഹായത്തോടു കൂടെയായിരുന്നു മഹാനവറുകൾ നടന്ന് നീങ്ങിയിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണുന്നു. അത്രയായിരുന്നു റസൂലുള്ളാഹിനെ അവര് സ്നേഹിച്ചിരുന്നതോ, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സ്നേഹിച്ചതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഭാര്യയെക്കാളും നമ്മുടെ മക്കളെക്കാളും ഉമ്മയെക്കാളും ഉപ്പയെക്കാളും വേണ്ട, വന്നാസി അജ്മഈൻ, ലോകത്തുള്ള സകല ജനങ്ങളെക്കാളും നിങ്ങൾ എന്നിലേക്ക് സ്നേഹമുള്ളവരാകുന്നത് വരെ നിങ്ങളിൽ നിന്ന് ഒരാളും പരിപൂർണമായ മുഅ്മിനല്ല. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ലോകത്തിന്റെ നായകർ ഹബീബിനെ സ്നേഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ വിഷയത്തിന് വേണ്ടി മുൻകൈയെടുത്ത ആളുകൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പങ്കെടുക്കാത്തവർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഈ വിശുദ്ധ റബീഉൽ അവ്വൽ അവസാനത്തെ റബീഉൽ അവ്വലാക്കാതെ ഇനിയും ധാരാളം റബീഉൽ അവ്വലുകളെ വെൽക്കം സ്വാഗതം ചെയ്യുവാനും റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കുവാനും അവിടുത്തെ മദ്ഹ് പറയാനും അവിടുത്തെ പ്രകീർത്തിക്കുവാനും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ സാദാത്യങ്ങൾ, ആലിമീങ്ങൾ, സാലിഹീങ്ങൾ എല്ലാവരുടെയും ഖബർ അല്ലാഹു വിശാലമാക്കട്ടെ. പ്രത്യേകിച്ച് ശൈഖുൽ മശായിഖ് മുഹമ്മദ് സാലി മൗലാ നവ്വറല്ലാഹു മർഖദ് മഹാനവറുകളോടുകൂടെ അല്ലാഹു സുഖലോക സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് പിടിപെട്ട മഹാമാരിയെ തൊട്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ഈ നൈമിഷികമായ ലോകത്തോട് വിട പറയുന്നതിൻ്റെ മുന്നേ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യുവാനും ലോകത്തിൻ്റെ നായകൻ മദീന മുനവ്വറയിൽ എന്ത് വിശ്രമം കൊള്ളുന്ന ലോകത്തിൻ്റെ നായകർ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ സന്ദർശിക്കുവാൻ അല്ലാഹു നമുക്കും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, സാലിഹീങ്ങൾ, ഉലമാക്കൾ, സാദാത്യങ്ങൾ എല്ലാവരുടെയും ഖബർ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും സ്വർഗീയ ലോകത്ത് ലോകത്തിൻ്റെ നായകർ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോടുകൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ.
ഇത്രയും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആശംസാ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
കണ്ണിൽ കാണുന്ന സകല വസ്തുക്കൾക്കും ആരാധിച്ചു പോന്നിരുന്ന, സാധാരണ നാം പറയലുണ്ട്, കല്ലുകരട് കാഞ്ഞീരക്കുറ്റി മുതൽ മുള്ളും മുരട് മൂർഖൻ പാമ്പ് വരെയുള്ള സകല വസ്തുക്കൾക്കും ആരാധിച്ചു പോന്നിരുന്ന ഒരു ജനതയെ, ഒരു വിഭാഗത്തിനെ, ഒരു സമൂഹത്തിനെ സത്യത്തിൻ്റെ പാന്താവിലേക്ക്, ശരണയിലേക്ക് നയിച്ച നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവ് ഈ ലോകത്തേക്ക് ഭൂജാതരാവലോടുകൂടെ, ജന്മം കൊണ്ട് അനുഗ്രഹീതമാവലോടുകൂടെ പല വസ്തുക്കൾക്കും ആരാധിച്ചു പോന്നിരുന്ന ആ സമൂഹം അള്ളാഹുവിനിക്ക് ഏകനായ അള്ളാഹുവിനിക്ക് മാത്രം ആരാധിക്കാൻ അവർ തുനിയുന്നു, അവർ റെഡിയാവുന്നു. ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ്, ഇതിൻ്റെ എല്ലാം നായകത്വം വഹിച്ചത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ നേതാവ് ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും അനുഗ്രഹമായിട്ടാണ് റസൂലുള്ളാഹിനെ അള്ളാഹു ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തുള്ള ജനതയ്ക്ക് അനുഗ്രഹമായിട്ടാണ് നാം അങ്ങയെ അയച്ചിട്ടുള്ളത് നബിയേ. വമാ അർസൽനാക, നാം അങ്ങയെ നിയോഗിച്ചിട്ടില്ല, ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തുള്ള ജനതയ്ക്ക് അനുഗ്രഹമായിട്ടല്ലാതെ നാം അങ്ങയെ നിയോഗിച്ചിട്ടില്ല. അപ്പോൾ ലോകത്ത് കാണുന്ന സകല വസ്തുക്കൾക്കും, സകല ചരാചരങ്ങൾക്കും, സകല വിഷയങ്ങൾക്കും അനുഗ്രഹമായിട്ടാണ് അല്ലാഹു തആല ലോകത്തിൻ്റെ നായകൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. ധാരാളം സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. സമയം ദീർഘിച്ചു പോകുമെന്ന കാരണത്താൽ സുദീർഘമായി സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ പ്രപഞ്ചമായ ലോകത്തേക്ക് എത്രയോ പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ധാരാളം പ്രവാചകന്മാർ അല്ലാഹു തആല ഈ ലോകത്തേക്ക് അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട്. അവരിൽ നിന്നെല്ലാം ഉത്കൃഷ്ടനായ, അവരിൽ നിന്നെല്ലാം ഏറ്റവും വലിയ മഹത്വമുള്ള നേതാവാണ് അന സയ്യിദു വുൽദി ആദം. ആദം നബി അലൈഹിസ്സലാമിൻ്റെ സന്താനങ്ങൾക്ക് നേതാവായി വന്ന നേതാവ് ഞാനാണ് എന്ന് പറഞ്ഞ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ പ്രവാചകന്മാർ മുഴുവനും എൻ്റെ കൊടിയുടെ കീഴിലായിരിക്കും നാളെ മഹ്ശറിലേക്ക് വരുമ്പോഴെന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവിനെ അതിരറ്റ് സ്നേഹിക്കുന്നവരാവണം. അല്ലാഹു തആല ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ആളുകൾക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അല്ലാഹുവിൻ്റെ റസൂലിനെ അല്ലാഹു തന്നെ ഉയർത്തിയിട്ടുണ്ട്. നബിയേ, അങ്ങയെ പറയലിനെ നാം ഉയർത്തിയിട്ടുണ്ട് നബിയേ, അങ്ങയുടെ സ്ഥാനം പറയലിനെ നാം ഉയർത്തിയിട്ടുണ്ട് നബിയേ എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതാണ്. ലോകത്തിൻ്റെ നേതാവിനെ പറയാത്ത ഒരു ദിവസം ഈ ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല. ലോകത്തിൻ്റെ നേതാവിനെ പറയാത്ത ഒരു മണിക്കൂർ ഈ ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല. ഏത് മണിക്കൂറിലും, ഏത് സെക്കൻഡിലും, ഏത് മിനിറ്റിലും പറയുന്ന ഒരേ ഒരു നേതാവുണ്ടെങ്കിൽ അത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അതാണ് വറഫഅനാ ലക ദിക്റക. നബിയെ, അങ്ങയെ പറയൽ നാം ഉയർത്തിയിട്ടുണ്ട് നബിയേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ.
يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അല്ലാഹു ജല്ല ജലാലു നമ്മുടെ ഈ സംരംഭം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ ഇഷ്കെ മദീന 2020 മീലാദ് പ്രോഗ്രാമും ഷെയ്ഖുൽ മശായിഖ് മുഹമ്മദ് സാലിഹ് മൗല നവ്വറല്ലാഹു മർഖദ അനുസ്മരണവും സംഘടിപ്പിക്കാൻ വേണ്ടി മുൻകൈയെടുത്ത ഇതിൻ്റെ അഡ്മി അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന പണ്ഡിതന്മാർ, മറ്റു സഹോദരന്മാർ, എല്ലാവരെയും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ സുദീർഘമായ ഒരു ആശംസാ പ്രഭാഷണം നടത്തുന്നില്ല. ലോകത്തിൻ്റെ നായകർ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. റസൂലുള്ളാഹിന്റെ ജന്മദിനം മാത്രമല്ല, അവിടുത്തെ വഫാത്തും വിശുദ്ധ റബീഉൽ അവ്വൽ 12 ആയിരുന്നു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് വലിയ വലിയ സംഭവങ്ങളോ ഈ ലോകത്ത് നടന്നിട്ടുണ്ട്. റസൂലുള്ളാഹിനെ സ്നേഹിക്കുക, അവിടുന്ന് കാണിച്ചു തന്ന പാത പിൻപറ്റുക. ലോകത്തിൻ്റെ നായകർ ഈ ലോകത്തേക്ക് വരുന്നതിൻ്റെ മുന്നേ ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ ലോകൈക നായകർ ഈ ലോകത്തേക്ക് കടന്നു വരുന്നതിൻ്റെ മുന്നേ കണ്ണിൽ കാണുന്ന സകല വസ്തുക്കൾക്കും ആരാധിച്ചു പോന്നിരുന്ന ഒരു സമുദായത്തിനെ സത്യത്തിൻ്റെ പാതയിലേക്ക്, പാന്താവിലേക്ക് നയിച്ച നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി